രാവിലെ മുതൽ നീ ഫോണ് കുത്തിക്കൊണ്ടിരിക്കുവാണല്ലോ. നീ BS നഴ്സിംഗിന് പോകുന്നുണ്ട്, നീ എൻട്രൻസിനും കോച്ചിങ്ങിനും ഒന്നും പോകുന്നില്ല. അതിനെപ്പറ്റി ആരോടും നീ തിരക്ക് പോലും ചെയ്തായിരുന്നോ? അമ്മ BS നഴ്സിംഗിന് ഈ എൻട്രൻസ് ഒന്നും വേണ്ട. അമ്മയോട് ആരാ ഇതൊക്കെ പറഞ്ഞേ? അങ്ങനെയൊന്നും നീ കൂട്ടുകാരൊക്കെ വിളിച്ച് ചോദിച്ചോ? നീ 24 മണിക്കൂർ ഫോണിൽ കുത്തിക്കൊണ്ടിരുന്നാൽ അങ്ങനെ കാര്യം നടക്കുന്നേ? ഞാൻ ആർക്കും ചോദിച്ചില്ല. എന്ത് വഴി ഇവിടെ രാവിലെ അമ്മയും മോളും തമ്മിൽ അടി ഉണ്ടാവുന്നത്? നീ എവിടെ പോയിട്ട് വരുവാ? SMET ഓഫീസ് വരെ പോയതാ. SMET അതെന്താടി? അപ്പൊ നീ CET രജിസ്റ്റർ ചെയ്തില്ലേ? ഇല്ലടി. ഈ കർണാടക സ്റ്റേറ്റിലെ എഞ്ചിനീയറിംഗ് ആൻഡ് മെഡിസിൻ ആണ് CET രജിസ്റ്റർ ചെയ്യണം. വേണോ? ആ, കഴിഞ്ഞ വർഷമൊന്നും വേണ്ടായിരുന്നല്ലോ. കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നു. നീ നമ്മൾ ചെയ്യാത്തൊക്കെ അറിഞ്ഞിട്ടേ ഉള്ളൂ. April 20 അതിന്റെ എക്സാം ഒക്കെ പറയുന്നത്. എനിക്ക് അതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. എങ്ങനെയാണ് ചെയ്യുന്നത്? ഞാൻ SMET ഓഫീസിലേക്ക് പോയത്. അവിടെയാണെങ്കിൽ അവരുടെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. അതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വേഗം പോയി ചെയ്യാൻ പറ്റും. അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അത് വെച്ച് ചെയ്യും. നാളെ തന്നെ ആന്റി ഇവിടെ കൊണ്ട് പോകും. ഞാൻ നമ്പർ എന്തായാലും വാട്സാപ്പിൽ തരട്ടെ. അതെവിടെയാണ് അതിന്റെ ഓഫീസ്? ആന്റി തിരുവല്ലയിലും പത്തനംതിട്ടയിലും റാന്നിയിലൊക്കെ ഓഫീസ് ഉണ്ട്. ആന്റി ഇവിടെ പറ്റുന്ന സ്ഥലത്ത് ഇവിടെ കൊണ്ട് പോയാൽ മതി. ഞാൻ നമ്പർ വാട്സാപ്പിൽ തരട്ടെ. ഞാൻ തരത്തില്ലേ, നീ എന്തായാലും വിളിച്ചൊരു അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്തു. എനിക്ക് നാളെ തന്നെ ഇവിടെ കൊണ്ട് പോവാം. ശരി, SMET ഓഫീസിൽ പോവാം. CET കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായും രജിസ്റ്റർ ചെയ്യുന്നതിനായും ഉടൻ തന്നെ നിങ്ങൾ അടുത്തുള്ള SMET ബ്രാഞ്ചുമായി കോൺടാക്ട് ചെയ്യുക.